ഹായ്, ഇപ്പോൾ റെഡക്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അംബാസഡർ മാർക്ക് 4 വണ്ടിയുടെ ഒരു സ്റ്റാർട്ടർ ഇളക്കുന്നൊരു വീഡിയോ ആണ്. സ്റ്റാർട്ടർ ഇളക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടറിന് ബാക്കിൽ വരുന്നൊരു കപ്പ് കണക്കത്തൊരു സംഭവമുണ്ട്. ഒരു അലുമിനിയം കപ്പാണ് വരുന്നത്. അപ്പോൾ അത് പൊട്ടിപ്പോയി. ഒരുപാട് തവണ സ്റ്റാർട്ടർ ഇങ്ങനെ അടിച്ച് പിടിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതാണ് ആ പീസ്. ബാക്കിൽ വരുന്നൊരു കപ്പും അതിനകത്ത് വരുന്ന ആ ഒരു കോപ്പർ സ്ലീവ് ഇതിനകത്ത് തന്നെ ഉണ്ട്. കാണിച്ചു തരാം ഞാൻ എന്താണ് സംഭവം എന്നുള്ളത്. അതുകൊണ്ട് ഇതിപ്പം സെൽഫ് അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ പോയി. അപ്പോൾ അതുകൊണ്ടാണ് പാട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിനകം. പൊട്ടിപ്പോയത് എവിടെയാണെന്ന് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇലക്ട്രീഷ്യൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനോട് വന്നതിന് ശേഷം ഇളക്കുന്നതും തിരിച്ച് റീസെറ്റ് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ വരുന്നത്. അപ്പോൾ അതിൻ്റെ കുട്ടി സ്റ്റാർട്ടല്ല, താഴ്ഭാഗത്തു നിന്നാണ് പൊട്ടിപ്പോയത്. നിങ്ങൾക്ക് ആ പമ്പിന്റെ സൈഡിൽ കൂടെ, ഫ്യൂൽ പമ്പിന്റെ സൈഡിൽ കൂടെ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇളക്കം എടുക്കണ കാര്യമാണല്ലേ പാട്. കയ്യൊന്നും കയറൂല, അത്രയും ഭാഗ്യമുണ്ടല്ലേ. ഒരു പിടിച്ചല്ലേടെ അത്. ഇതിപ്പോ ഒരു വീഡിയോ എടുക്കുകയാണ്. ഇതാണ് ഇതിന്റെ സാധനം, മൂട്ടിന്ന് പൊട്ടിപ്പോയത്. അതിൽ സ്റ്റഡ് കണക്ക് വരുന്നതാണല്ലേ. ഇങ്ങോട്ട് വരുമല്ലോ ഇവിടെ. അത് ഇങ്ങോട്ട് വരുമോ? താഴോട്ട് പോകല്ല, ബോഡി തട്ടിയിരിക്കുകയല്ലേ. പൈപ്പ് കണ്ട് ഈ വയറിനൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടിട്ട് സ്റ്റാർട്ടർ ഇളക്കിയെടുത്തു. അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിലത്തെ കവർ പൊട്ടിപ്പോയി. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ബെൻഡെക്സും കംപ്ലൈൻ്റ് ആയി. ബെൻഡെക്സിൻ്റെ അവിടെ സ്പ്രിങ്ങൊക്കെ ചാടി അതൊരു വല്ലാത്ത കണ്ടീഷനിൽ നിൽക്കുകയാണ്. അതിന് പണിയുന്നേക്കാട്ടി നല്ലത് പുതിയൊരു സ്റ്റാർട്ടർ കിട്ടുമെങ്കിൽ അത് സെറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഒന്നുകിൽ ഫ്രഷ് അല്ലെങ്കിൽ സ്ക്രാപ്പിൽ നിന്നെങ്ങാനും യൂസ്ഡ് വല്ലതും എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത് വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് 3 ദിവസം ആയില്ലേടെ കൊണ്ടുപോയിട്ട്. 3 പിന്നെ ഹീറ്ററിന്റെ വയറ് കുരുങ്ങിയിടാത്. ആവശ്യം പോലെ സ്ഥലം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
ചെറിയൊരു നൈസ് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ സെറ്റ് ചെയ്യാനായിട്ട്. ഇന്നലെ പണിയായി പോടാ. അത് കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിളിക്കാത്തത് തന്നെ. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ വൈപ്പറൊക്കെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതും കൂടെ നോക്കണം. ഹായ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. വണ്ടിയുടെ പണി കഴിഞ്ഞ് ഇന്നിപ്പോൾ 3 ദിവസമായി. സ്റ്റാർട്ടർ ഇളക്കിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ സ്റ്റാർട്ടർ ഫിറ്റ് ചെയ്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ പരിപാടികളൊക്കെ ഓക്കെ ആയി. അപ്പോൾ നോക്കിക്കോ, നമ്മൾ ഇഗ്നീഷൻ ഓണാക്കി ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തു. ഓക്കെ, സെറ്റായി. ഇതിന്റെ സ്റ്റാർട്ടർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി, പണിയാനും കുറച്ച് പഴയ സാധനങ്ങളൊക്കെ എടുത്ത് തന്നെയാണ് പണിഞ്ഞത്. അപ്പോൾ എന്തായാലും വണ്ടി ഉഷാറായിട്ടുണ്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.